പോർഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് ആണ്. സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും ഒക്കെ ന്യൂക്ലിയസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ നമ്മൾ ഈ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് മോഡലിലേക്ക് വരുമ്പം എങ്ങനെയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് എങ്ങനെയാണ് അത് യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്തത്, അങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ എന്തായിരുന്നു നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്സ് കിട്ടിയത്, ആൻഡ് വാട്ട് വാസ് ദി എക്സ്പെരിമെൻ്റൽ റിസൾട്ട്, തിയറിറ്റിക്കലും എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സും കൂടെ നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണ് ചെയ്യുന്നത്. So by using this model we are studying the magnetic dipole moments of the nucleus. Okay. So the magnetic moment of a nucleus include both orbital and spin part. നിങ്ങൾക്കറിയാം magnetic dipole moment എന്ന് പറയുന്നത് ഓർബിറ്റൽ പാർട്ടും, ബിക്കോസ് ഓഫ് ദി ഓർബിറ്റൽ മോഷൻ ഓഫ് ദ ന്യൂക്ലിയസ് എന്തുണ്ടാവും, ന്യൂട്രോൺസ് അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ ഓർബിറ്റൽ മോഷൻ കൊണ്ട് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. അതേപോലെ ഡ്യൂ ടു ദ സ്പിൻ, അവർ സ്വന്തം ഓർബിറ്റിൽ മാത്രമല്ല അവർ സ്വന്തം ഒരു ആക്സിസിൽ സ്പിൻ ചെയ്യുന്നുണ്ടല്ലോ, ആൻഡ് ഡ്യൂ ടു ദാറ്റ് ഓൾസോ ദർ വിൽ ബി എ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടുക ഒരു ന്യൂക്ലിയസിൻ്റെ. So the magnetic moment of a nucleus include both orbital and spin part. The orbital magnetic moment is μL is equal to GL into L which is the orbital angular momentum into μN which is the nuclear magneton. GL എന്ന് പറയുന്നത് G ഫാക്ടർ അല്ലെങ്കിൽ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ ആണ്. ആക്ച്വലി നമ്മൾ ഈ ഇക്വേഷൻസ് പലതവണയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, സോ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ബട്ട് ന്യൂക്ലിയസ് ഹാവ് ഇൻട്രൻസിക് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഇൻട്രൻസിക് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് μS ഇസ് ഈക്വൽ ടു GS ഇൻറ്റു S ഇൻറ്റു μN. സോ ഇത് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്, μL പ്ലസ് μS. അപ്പോൾ μL എന്ന് പറയുന്നത് GL ഇൻറ്റു L ഇൻറ്റു μN പ്ലസ് GS ഇൻറ്റു S ഇൻറ്റു μN. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം ഈ L എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റവും എസ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റവും ആണ് അല്ലേ. അപ്പോൾ രണ്ടിനും Z കോമ്പോണൻസ് ഉണ്ട്. So taking the Z components of L and S, that is Lz is equal to LH cross and SZ is equal to SH cross. അവിടെ നമുക്ക് L എന്ന് പറയുന്നത് LZ by H cross എന്നും S എന്ന് പറയുന്നത് SZ by H cross എന്നും കിട്ടും. So substituting that in the equation of the magnetic moment, we will get mu is equal to GL into LZ by H cross μN plus GS into SZ by H cross μN. അപ്പോൾ നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് μN പുറത്തേക്ക് എടുക്കാം അല്ലേ. μN പുറത്തേക്ക് എടുത്തു. സോ GL ഇൻറ്റു LZ പ്ലസ് GS ഇൻറ്റു SZ ഡിവൈഡഡ് ബൈ H ക്രോസ് ഇൻറ്റു μN എന്ന് കിട്ടി. ആൻഡ് അത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് എഴുതിയിട്ടുള്ളൂ. രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. But here the total angular momentum J precesses about the z-axis keeping Jz constant. The vectors L and S precesses about J. The components of L and S along J remain constant but LZ and SZ vary. ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം J എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ആണ് അല്ലേ. L പ്ലസ് S ആണ് J. ഈ J അപ്പോൾ നമുക്കറിയാം ഈ ആംഗുലാർ മൊമെൻറ്റം ഒക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പഠിക്കുമ്പോഴും നമ്മളൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയസിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്, സപ്പോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ Z ഡയറക്ഷൻ, അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനോട് അലൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും ഒക്കെ കോമ്പോണൻറ്റ് ഈ Z ഡയറക്ഷനിൽ അലൈൻ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനോട് ചുറ്റും പ്രിസസ് ചെയ്യുമായിരിക്കും അല്ലേ. അതിൻ്റെ ചുറ്റും പ്രിസസ് ചെയ്യുകയാണ് നമ്മളുടെ ആംഗുലാർ മൊമെൻറ്റം പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ സെറ്റ് കമ്പോണൻറ്റിലേക്ക് അവരുടെ പ്രൊജക്ഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ ആ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസേഷൻ നടക്കുന്നത്. ഓരോ ലെവൽസും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ക്വാണ്ടൈസ് ചെയ്യുന്നത് അവരുടെ പ്രൊജക്ഷൻ ടു ദി Z ആക്സിസ് നോക്കിയിട്ടാണ്. അപ്പോൾ സിമിലർലി ഇവിടെ നമുക്ക് അതേ കേസ് തന്നെയാണ്. സപ്പോസ് ഇതാണ് നമ്മളുടെ ഫിഗർ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് കണ്ടു. ഇപ്പം നമ്മളൊരു പമ്പരം ഒരു സ്പോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ചുറ്റുന്ന പോലെ Z ആക്സിസിന് ചുറ്റും നമ്മളെ പ്രിസസ് ചെയ്യാണ് നമ്മളുടെ ഈ ഓരോരോ വെക്ടേഴ്സും. അപ്പോൾ അതിൽ നമ്മൾ J എന്ന് പറയുന്ന നമ്മളെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഇസ് J. ഇവിടെയുള്ള ഈ വെക്ടറാണ് J അല്ലേ. ആ J നമ്മളുടെ ടോട്ടലായിട്ടുള്ള Z ആക്സിസിന് ചുറ്റും ഇങ്ങനെ പ്രിസസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രിസിസ് ചെയ്യുമ്പോൾ JZ എന്ന് പറയുന്ന ഈ വാല്യൂവിന് ഒരു മാറ്റം വരുന്നില്ല. അതായത് ഇതിങ്ങനെ പ്രിസിസ് ചെയ്യുമ്പം ഈ JZ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജെയിൻ്റെ പ്രൊജക്ഷൻ ആയിട്ടുള്ള സെഡിലേക്കുള്ള പ്രൊജക്ഷൻ ആയിട്ടുള്ള JZന് ഒരു മാറ്റം വരുന്നില്ല. കാരണം അതിൻ്റെ ചെരിയുന്നും തിരിയുന്നൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു കോൺ, നിങ്ങളൊരു ഐസ്ക്രീം കോണ് ഒരു Z ആക്സിസിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് നോക്കിയാൽ നമുക്ക്, അതായത് ഈ Z ആക്സിസിന് ചുറ്റും ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മൾ ആ പ്രൊജക്ഷൻ ഒരു ചേഞ്ചും വരുന്നില്ല. അപ്പോൾ ഇവിടെ J എന്ന് പറയുന്ന വെക്ടർ ആ Z ആക്സിസിൻ്റെ ചുറ്റും പ്രിസിസ് ചെയ്യുമ്പോൾ ഒരു ചേഞ്ചും വരുന്നില്ല JZ എന്ന് പറയുന്ന വെക്ടറിന്, JZ എന്ന് പറയുന്ന പ്രൊജക്ഷന്. അപ്പോൾ JZൻ്റെ വാല്യൂ ഒരു മാറ്റവും ഇല്ലാണ്ട് നിൽക്കുകയാണ്. പക്ഷെ അതേസമയം നമുക്ക് L ഉണ്ട് S ഉണ്ട്, ഇതൊക്കെ Z ആക്സിസിന് ചുറ്റും പ്രിസിസ് ചെയ്യാണ്. പക്ഷേ Lഉം Sൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ Z ആക്സിസിന് ചുറ്റും മാത്രമല്ല പ്രിസിസ് ചെയ്യുന്നത്, ബട്ട് ദേ ആർ പ്രിസിസിങ് അറൗണ്ട് J ഓൾസോ. അവർ Jക്ക് ചുറ്റും പ്രിസിസ് ചെയ്യുന്നും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ കണ്ട പോലെ നമ്മൾ JZ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കില്ല Lൻ്റെയും Sൻ്റെയും കേസിൽ. ഇവിടെ Lനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് വൺ ഇസ് ദി L അല്ലേ. ഈ L Jക്ക് ചുറ്റും ചുറ്റുന്നുണ്ട്, അതിൻ്റെ ഒപ്പം അത് പ്രിസിസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ സിൻസ് ഇറ്റ് ഈസ് പ്രിസിസിങ് അറൗണ്ട് ജെയ്ക്ക് ചുറ്റും ഇങ്ങനെ പ്രിസിസ് ചെയ്യുന്നതും കൊണ്ട് ഈ LZ അല്ലെങ്കിൽ ഈ ജെയിൻ്റെ ചുറ്റുമാണ് പ്രിസിസ് ചെയ്യുന്നത് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ LJ എന്ന് പറയുന്ന ഈ കോമ്പോണൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ലൈക്ക് നമ്മളെ ജെയിൻ്റെ കേസിൽ Z എന്നെടുത്ത പോലെ JZ എന്നെടുത്ത പോലെ Lൻ്റെ കേസിൽ LJ എന്ന് പറയുന്ന ഈ കോമ്പോണൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. S ഇതാണ്. Sൻ്റെ കേസിൽ SJ എന്ന് പറയുന്ന ഈ കോമ്പോണൻറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അത് ജെയിൻ്റെ ചുറ്റുമാണ് പ്രിസിസ് ചെയ്യുന്നത്. അപ്പോൾ LJക്കും SJക്കും ഒരു മാറ്റം വരില്ല. പക്ഷേ LZൻ്റെയും SZൻ്റെയും കേസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് ജെയിൻ്റെ ചുറ്റും ഇങ്ങനെ തിരിയുന്നത് കൊണ്ട് തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെയാണ് തിരിയുന്നത്. അപ്പോൾ നമ്മുടെ Z കോമ്പോണൻ്റെ പ്രൊജക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ മാറ്റം വരും. സോ ദിസ് LZ വിൽ നോട്ട് ബി എ കോൺസ്റ്റൻറ്റ്. അതേപോലെ തന്നെയാണ് Sൻ്റെ കാര്യവും. Sഉം ഇങ്ങനെ തിരിയാണ് Jക്ക് ചുറ്റും. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻസ് നമ്മൾ എടുക്കുമ്പം അതിൻ്റെ പ്രൊജക്ഷൻ എന്തുണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. കാരണം അത് ആ ജെയിൻ്റെ ചുറ്റും ചുറ്റുന്നത് കൊണ്ടാണ് ആ Z പ്രൊജക്ഷൻ എന്ന് പറയുന്നതിന് വ്യത്യാസം ഉണ്ടാകുന്നത്, SZൻ്റെയും LZൻ്റെയും വാല്യൂ. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ആ J എന്ന് പറയുന്ന വെക്ടർ ടോട്ടൽ Z എന്ന് പറയുന്ന നമ്മളെ ആക്സിസിന് ചുറ്റും തിരിയാണ്. അപ്പോൾ നമ്മൾ ആ കോണിനെ ഒന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ സിൻസ് S and L are പ്രിസിസിങ് അറൗണ്ട് J, Sഉം Lഉം Jക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു മാറ്റം നമുക്ക് SZലും JZലും അല്ലെങ്കിൽ വേരിയേഷൻ ഇൻ ദി വാല്യൂസ് ഓഫ് SZ ആൻഡ് JZ ക്യാൻ ബി സീൻ. അതെന്തുകൊണ്ടാണ് നമ്മൾ Z ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ എടുക്കുന്നത് കൊണ്ടാണ്. ഈ Z ആക്സിസിന് പകരം നമ്മൾ Jയിലേക്കായിരുന്നു പ്രൊജക്ഷൻ എടുത്തിരുന്നെങ്കിൽ LJയും SJയും കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ SZ അല്ലെങ്കിൽ LZ എന്ന് പറയുന്ന Z ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിലൊരു ചെറിയ ഡിഫറൻസ് വരും, അല്ലെങ്കിൽ വേരി ചെയ്യുന്ന SZ വാല്യൂ LZ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വേരി ചെയ്യുന്ന SZ വാല്യൂയും LZ വാല്യൂയും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആകെയുള്ളത് J മാത്രമാണ്, JZ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഈ SZൻ്റെയും LZൻ്റെയും ഒക്കെ നമ്മൾ ഇക്വേഷനിലുള്ള LZൻ്റെയും SZൻ്റെയും പകരം നമ്മൾ ഈ JZ എന്ന് പറയുന്ന നമ്മളുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആംഗുലർ മൊമെൻറ്റത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ Lനെയും Sൻ്റെയും ഒക്കെ ജെയുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് നോക്കും, എന്നിട്ട് നമ്മൾ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് Jൻ്റെ ടേംസിൽ കിട്ടും നമ്മളെ ഫുൾ ഇക്വേഷൻ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഈസിലി. അതാണ് അവിടെ വരുന്ന ഒരു ചെറിയ മാറ്റം. അപ്പോൾ ആ പ്രിസിഷൻ്റെ ആ മാറ്റം കൊണ്ടാണ് SZും JZനും ഒക്കെ വാല്യൂസ് വേരി ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. Here the total angular momentum J precesses about the Z axis keeping JZ constant. The vectors L and S precesses about J. Lഉം Sഉം എന്തിനു ചുറ്റും പ്രിസസ് ചെയ്യുന്നു, Jക്ക് ചുറ്റും. The components of L and S along J remain constant. Jൻ്റെ പ്രൊജക്ഷൻ, Jയിലേക്കുള്ള പ്രൊജക്ഷൻ നോക്കുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും Lൻ്റെയും Sൻ്റെയും LJയും SJയും. പക്ഷേ LZ ആൻഡ് SZ വേരി. ഓക്കെ, അതാണ് ആ ഫിഗർ. ആ ഫിഗർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് പ്രിസിഷൻ നടക്കുന്നത്. സിൻസ് LZ ആൻഡ് SZ ഡു നോട്ട് ഹാവ് പ്രിസൈസ്ലി ഡിഫൈൻഡ് വാല്യൂസ്, അവർക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ
when we work in a system in which J is precisely defined, therefore we can rewrite equation 1 using J is equal to L plus S. അപ്പോൾ നമുക്ക് J എന്ന് പറയുന്നത് ഒരു പ്രിസൈസ്ലി ഡിഫൈൻഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടാനുണ്ട്. എസഡും എൽസഡും വേരി ചെയ്യുന്നതാണ്. സോ നമുക്ക് ആ കോൺസ്റ്റൻറ്റ് വാല്യൂസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ജെയിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂസിലേക്ക് അല്ലെങ്കിൽ ജെയിൻ്റെ ഫോമിലേക്ക് നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതണം. അപ്പോൾ നമുക്കറിയാം ജെ എങ്ങനെയാണ് എല്ലും എസും ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ്. അപ്പോൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻ 1നെ മാറ്റി എഴുതണം ഇൻ ടേംസ് ഓഫ് ജെ. അപ്പോൾ അത് അങ്ങനെ ചെയ്തതാണ് നമ്മൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ്. കണ്ടോ, മ്യൂ എൻ ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് എൽ സെഡ്, എൽ സെഡിന് പകരം നമ്മൾ ജെ സെഡ് മൈനസ് എസ് സെഡ് എന്ന് എഴുതി, പ്ലസ് ജെ എസ് എസ് സെഡ് ബൈ എച്ച് ക്രോസ് എന്ന് എഴുതി. ഇനി നമുക്കറിയാം രണ്ട് ടേമിൽ എസ് സെഡ് കോമൺ ആണ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെറും മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. എല്ലാം നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് എസ് സെഡ് എന്ന് പറയുന്ന ടേം വരുന്ന രണ്ട് ടേംസിനെയും കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് എസ് സെഡ് പുറത്തേക്ക് എടുത്തിരിക്കുന്നതാണത്. ആൻഡ് ടേക്കിംഗ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ, ഇനി നമുക്ക് ഈ എസ് സെഡിനെ ഇവിടുന്ന് മാറ്റണമെങ്കിൽ എസ് സെഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് ജെ. അത് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ടേക്കിംഗ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ വെൻ ജെ സെഡ് ഇസ് ഈക്വൽ ടു ജെ എച്ച് ക്രോസ് വി ഗെറ്റ്. ഇനി നമ്മൾ ഇതിൻ്റെ മ്യൂ എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് ഒക്കെ മെഷർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണത്, എക്സ്പെക്ടേഷൻ വാല്യൂസ് എടുക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മാഗ്നറ്റിക് മൊമെൻ്റ് ഒക്കെ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എടുക്കുകയാണ്. സോ ഹിയർ ഓൾസോ വി ആർ ടേക്കിംഗ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ്. എക്സ്പെക്ടേഷൻ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ജെ എൽ ഇൻറ്റു ജെ എച്ച് ക്രോസ്. ജെ സെഡിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് ജെ എച്ച് ക്രോസ്, അതുകൊണ്ടാണ് അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ എസ് സെഡിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, ഹോൾ ഇൻറ്റു മ്യൂ എൻ. സോ ജെ എൽ ഇൻറ്റു ആ എച്ച് രണ്ടെണ്ണം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ ജെ എൽ ഇൻറ്റു ജെ പ്ലസ് ജി എസ് മൈനസ് ജി എൽ ഇൻറ്റു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് ഡിവൈഡഡ് ബൈ എച്ച് ക്രോസ് ഹോൾ ഇൻറ്റു മ്യൂ എൻ. ഇതാണ് നമ്മളെ ഇക്വേഷൻ നമ്പർ 2. സോ വി ഹാവ് ടു കമ്പ്യൂട്ട് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് അല്ലേ. എസ് സെഡിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു കമ്പ്യൂട്ട് എസ് സെഡ്, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ജെ സെഡ് എന്നുള്ളതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, കാരണം ജെ സെഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പ്രിസൈസ്ലി ഡിഫൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. അതുകൊണ്ടാണ് ജെ എച്ച് ക്രോസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ എസ് സെഡ് നേരത്തെ പറഞ്ഞ പോലെ വേരി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എസ് സെഡിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല, അത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ ഇൻ ടേംസ് ഓഫ് ജെ. അതുകൊണ്ടാണ് നമ്മൾ എസ് സെഡ് സെപ്പറേറ്റ് ചെയ്ത് മെഷർ ചെയ്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇനി എല്ലാം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്, ജസ്റ്റ് നിങ്ങളത് ഞാൻ എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇൻ ഓർഡർ ടു കമ്പ്യൂട്ട് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ്, വി നോ ദാറ്റ് ദ ഓൺലി സർവൈവിംഗ് പാർട്ട് വിൽ ബി ഫ്രം ദ കോമ്പോണൻറ്റ് ഓഫ് എസ് അലോങ് ജെ. അപ്പോൾ നമുക്കറിയാം എസ് സെഡിനെ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് എസ് ജെയിൻ്റെ ചുറ്റും പ്രിസസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എസ് ജെ എന്ന് പറയുന്ന ജെയിൻ്റെ ചുറ്റുമുള്ള കോമ്പോണൻറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. The instantaneous value of എസ് സെഡ് varies, but its components along J remain constant. അപ്പം എസ് സെഡ് എന്ന് പറയുന്ന അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മാറാം, പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള ജെയിൻ്റെ എലോങ് ജെയ്ക്ക് ജെയിൻ്റെ എലോങ്ങുള്ള കോമ്പോണൻറ്റ് അല്ലെങ്കിൽ ജെയിൻ്റെ അതേ ഡയറക്ഷനിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോമ്പോണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ആ കോമ്പോണൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ദ കോമ്പോണൻറ്റ് ഓഫ് എസ് അലോങ് ജെ, അത് കിട്ടുന്ന ഇക്വേഷനാണിത്. ജെ നമുക്കറിയാം ഒരു വെക്ടറിൻ്റെ അലോങ്ങുള്ള വേറൊരു വെക്ടറിൻ്റെ കോമ്പോണൻറ്റ് കിട്ടണമെങ്കിലുള്ള ഇക്വേഷനാണിത്. എസ് ഡോട്ട് ജെ ബൈ മോഡുലസ് ഓഫ് ജെ ആൻഡ് ഇറ്റ് ഷുഡ് ബി അലോങ് ദി ജെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ആ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റും കൂടി അവിടെ യൂസ് ചെയ്യണം. ആൻഡ് ദി യൂണിറ്റ് വെക്ടർ അലോങ് ജെ ഈസ് ജെ ബൈ മോഡുലസ് ഓഫ് ജെ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ് ജെ എന്ന് പറയുന്ന വെക്ടർ കിട്ടും. എസ് ജെ ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു മോഡുലസ് ഓഫ് എസ് ഡോട്ട് ജെ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ജെ ദി ഹോൾ സ്ക്വയർ. ജസ്റ്റ് വെക്ടർ ഫോർമുലാസ് ആണ് ഇതൊക്കെ, നമ്മൾ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഡയറക്ഷനിലുള്ള വേറൊരു വെക്ടറിൻ്റെ കോമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ മാത്തമാറ്റിക്കലിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് വെക്ടേഴ്സിൻ്റെ കാൽക്കുലസ് ആണത്. സോ അവിടെ നമുക്ക് എസ് ഡോട്ട് ജെ എന്ന് പറയുന്നത് നമുക്കറിയാം, എസ് ഡോട്ട് ജെ എന്ന് പറയുമ്പോൾ ജെ ഇസ് എൽ പ്ലസ് എസ് അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എസ് ഡോട്ട് എൽ പ്ലസ് എസ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് എൽ പ്ലസ് എസ് ഡോട്ട് എസ് ആണ്, അതാണ് എസ് സ്ക്വയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആൻഡ് വി നോ ദാറ്റ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എൽ ഡോട്ട് എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലൻ ടു എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് ഡോട്ട് എൽ. ആൻഡ് അത് കണ്ടുപിടിക്കാനായിട്ട് വി നോ ഇറ്റ് ഈസ് നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒരു പോർഷനിൽ നമ്മൾ ഈ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിച്ചതാണ് ബൈ സ്ക്വയറിങ്.
അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ റിസൾട്ട് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് ഡോട്ട് എൽ എന്ത് തന്നെയാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എൽ ഡോട്ട് എസ് ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എൽ ഡോട്ട് എസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ നോട്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കിയാൽ മതി. ഹാഫ് ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ദി ഹോൾ ഇൻറ്റു എച്ച് ക്രോസ് സ്ക്വയർ ആണ്. ദെർഫോർ എസ് ഡോട്ട് ജെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ നമുക്ക് എസ് ഡോട്ട് എല്ലും അറിയാം, എസ് സ്ക്വയറും ഏകദേശം നമുക്കറിയാം. എസ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്താണ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എച്ച് ക്രോസ് സ്ക്വയറാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അത് രണ്ടും കൂടെ. അപ്പോൾ നമുക്ക് എസ് ഡോട്ട് ജെയിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കിട്ടും. ഇപ്പം നമുക്ക് എൽ ഡോട്ട് എസിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കിട്ടി. എസ് സ്ക്വയറിൻ്റെ അതായത് ഓക്കെ എൽ ഡോട്ട് എസിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണിത്. എസ് സ്ക്വയറിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ ആണ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ എച്ച് ക്രോസ് സ്ക്വയർ. രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എസ് ഡോട്ട് ജെ എന്ന് പറയുന്ന ഈ എക്സ്പെക്ടേഷൻ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഹോൾ ഇൻറ്റു എച്ച് ക്രോസ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എസ് ഡോട്ട് ജെയിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ള? എസ് ഡോട്ട് ജെ ഓൾറെഡി കിട്ടി. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് ജെ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ജെ ഇൻറ്റു എച്ച് ക്രോസ്. സോ ഹിയർ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് നമ്മളുടെ എസ് ജെ എന്ന് പറയുന്നത് ജെ ഇൻറ്റു മോഡുലസ് ഓഫ് എസ് ഡോട്ട് ജെ ഓൾ ഡിവൈഡഡ് ബൈ ജെ സ്ക്വയർ ആണ്. അപ്പോൾ എസ് ഡോട്ട് ജെയിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ജെ എന്ന് പറയുന്നതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ജെ എച്ച് ക്രോസ് ആണ്. ആൻഡ് ദിസ് വൺ മോഡുലസ് ഓഫ് ജെ സ്ക്വയർ എന്ന് പറയുന്നത് ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ഇൻറ്റു എച്ച് ക്രോസ് സ്ക്വയർ ആണ്. ഇത് മൂന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് ജെ കിട്ടും. ആ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ജെ തന്നെയാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ്. സോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഫോർ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് ഇസ് ഈക്വൽ ടു എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് ആ എച്ച് ക്രോസ് സ്ക്വയർ രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ ജെ ഡിവൈഡഡ് ബൈ ടു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ ഇൻറ്റു ജെ പ്ലസ് വൺ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ദ ഹോൾ ഇൻറ്റു എച്ച് ക്രോസ് ദസ് ഫോർ ജെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ രണ്ട് കണ്ടീഷൻസ് ആണ് ജെയ്ക്കുള്ളത്. നിങ്ങൾക്കറിയാം നമ്മൾ ഷെൽ മോഡലിൽ നമുക്ക് ജെ കിട്ടാനുള്ള രണ്ട് മാർഗ്ഗം, അല്ലെങ്കിൽ ജെയിൻ്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യും? എൽ പ്ലസ് ഹാഫ് എവിടെ തൊട്ട് എവിടെ വരെ അല്ല, രണ്ട് വാല്യൂസാണ് ജെയ്ക്ക് ഉണ്ടാവുക, എൽ പ്ലസ് ഹാഫും എൽ മൈനസ് ഹാഫും. അപ്പോൾ നമ്മൾ എൽ പ്ലസ് ഹാഫ് ആകുമ്പോൾ എന്തായിരിക്കും എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് എന്ന് നോക്കും. എൽ മൈനസ് ഹാഫ് ആകുമ്പോൾ എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് നോക്കും. അപ്പോൾ ഇതിൽ എന്താ ചെയ്യാനുള്ള? ജസ്റ്റ് ജെയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എൽ പ്ലസ് എസ് ഹാഫ് ആവുന്ന കേസിൽ ജെയിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ബാക്കി നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ മെത്തേഡാണ്. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. എസ് സെഡിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടും. എൽ പ്ലസ് എസ് സെഡ് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫൈനലി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡ് എന്ന് പറയുന്നത് എച്ച് ക്രോസ് ബൈ 2 കിട്ടും. ഇനി ജെ ഇസ് ഈക്വൽ ടു എൽ മൈനസ് ഹാഫ് ആകുമ്പോൾ ജെയിൻ്റെ സ്ഥാനത്ത് എല്ലാം എൽ മൈനസ് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ആണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എച്ച് ക്രോസ് ജെ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജെ പ്ലസ് വൺ. ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കറക്റ്റ് അതായത് മൈനസ് എച്ച് ഇൻറ്റു എൽ മൈനസ് 2 ഹാഫ് ബൈ 2 ഇൻറ്റു എൽ പ്ലസ് ഹാഫ് എന്ന് കിട്ടും. ഈ എൽ മൈനസ് ഹാഫ് എന്ന് പറയുന്നത് ഓൾറെഡി ജെ ആണ്, നിങ്ങൾ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ജെ ആണ്. ഇനി എൽ പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജെ പ്ലസ് വൺ ആണ്. അപ്പോൾ അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ അവിടെ മാറ്റമൊന്നുമില്ല. എൽ മൈനസ് ഹാഫ് ആയിരുന്നു നമ്മളെ ജെ, എൽ പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ജെ പ്ലസ് വൺ ആണ്. അപ്പോൾ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് മൈനസ് എച്ച് ക്രോസ് ജെ ബൈ 2 ഇൻറ്റു ജെ പ്ലസ് വൺ എന്ന് കിട്ടിയത്. മറ്റേത് എച്ച് ക്രോസ് ബൈ 2 എന്നും കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പെക്ടേഷൻ വാല്യൂ കിട്ടിയില്ലേ? അപ്പോൾ രണ്ട് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എസ് സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്സും ഉണ്ടാവും. ആ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ്സും കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ഫോർ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഹാഫ് നമുക്കൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടും. ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ ആണിത്. ദിസ് വൺ, ദിസ് ഇസ് കറസ്പോണ്ടിങ് ടു എൽ പ്ലസ് ഹാഫ്. ഇനി എൽ മൈനസ് ഹാഫിന് അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. എസ് സെഡിൻ്റെ നമ്മളുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്താണോ നമുക്ക് കിട്ടിയത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതുന്നു എന്നേ ഉള്ളൂ. സോ എൽ മൈനസ് ഹാഫിൻ്റെയും അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി ഞാനിവിടെ എല്ലാ സ്റ്റെപ്സും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനലി നിങ്ങൾക്ക് ഇതായിരിക്കും നിങ്ങൾക്ക് മാഗ്നറ്റിക് മൊമെൻ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ.
അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് കിട്ടും. കാരണം എല്ലാം ഓൾറെഡി വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അത് ഞാനിപ്പോൾ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഡു ഇറ്റ് യുവർ സെൽഫ്. എല്ലാ സ്റ്റെപ്സും തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റ് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ടു J is equal to L+12 J is equal to L-12 നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളെ കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് അല്ലെങ്കിൽ തിയററ്റിക്കൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആണിത്. ഇനി എക്സ്പെരിമെൻ്റൽ, ഞാൻ പറഞ്ഞു എക്സ്പെരിമെൻ്റൽ വാല്യൂസും ഈ കിട്ടിയ തിയററ്റിക്കൽ വാല്യൂവും കൂടെ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. So experimental values for the magnetic moments are compared with calculated values. A graph is plotted using these values. The computed values are shown as solid lines and are known as Schmidt lines. അപ്പോൾ നമ്മളിങ്ങനെ കമ്പ്യൂട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ തിയററ്റിക്കലി നമ്മൾ ഇന്നതായിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ടു ഈച്ച് എൽ അല്ലെങ്കിൽ ഈച്ച് ജെ എന്ന് പറഞ്ഞ്, എൽ അല്ല ജെ ആണ്, നമ്മൾ ഓരോ ജെക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്താൽ ഇന്നതായിരിക്കും നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ആ ജെയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളെ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എക്സ്പെരിമെൻ്റലി എന്താണ് കിട്ടുന്നതെന്നും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈനിനെയാണ് നമ്മൾ ഷ്മിറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ഷ്മിറ്റ് ലൈൻസ്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദാറ്റ്. ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് എത്ര എഴുതേണ്ടി വരും നിങ്ങൾ ഈ മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഗ്രാഫിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ വേണം. ഈ സോളിഡ് ലൈൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഷ്മിറ്റ് ലൈൻസ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്ന ലൈൻസ് ആണ് ഷ്മിറ്റ് ലൈൻസ്. അത് നിങ്ങൾക്ക് കാണാം, J is equal to L+12 എന്ന് പറഞ്ഞ് താഴെ ഒരു നിങ്ങൾക്കൊരു ലൈൻ കാണാം. അതേപോലെ തന്നെ ഇൻ കേസ് ഓഫ് ദിസ് ഇസ് ഫോർ ഓഡ് ന്യൂട്രോൺ, ഇത് ഓഡ് ന്യൂട്രോണിൻ്റെ കേസിൽ വരച്ചതാണ്. ഓക്കെ, J is equal to L-12 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ കാണാം മുകളിൽ. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കുറേ ഡോട്ട്സ് കാണാം. അതൊക്കെയാണ് ഈ എക്സ്പെരിമെൻ്റൽ വാല്യൂ. ഇപ്പോൾ L+12 ആണെങ്കിൽ മുകളിലായിട്ട് ഡോട്ട്സ് കാണാം. ആ ഡോട്ട്സിനെ എല്ലാം കൂടി ഒന്ന് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആവറേജ് വാല്യൂ വരച്ചിരിക്കുന്നതാണ് ആ ഡാഷ്ഡ് ലൈൻ. ഓക്കെ, അപ്പോൾ അത് എക്സ്പെരിമെൻ്റൽ വാല്യൂസ് ആണ്. ഈ സോളിഡ് ലൈൻസ് ആണ് നമ്മൾ തിയററ്റിക്കൽ വാല്യൂസ്. അങ്ങനെ കിട്ടിയ ആ സോളിഡ് ലൈനിന് തിയറി യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നതാണ് വേർ മാഗ്നറ്റിക് മൊമെൻറ്റ് അഗൻസ്റ്റ് ജെ. ഒരു ആക്സിസിൽ മാഗ്നറ്റിക് മൊമെൻറ്റും മറ്റേ ആക്സിസിൽ ജെയും, അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് അല്ലെങ്കിൽ ആ ലൈനിനെയാണ് നമ്മൾ ഷ്മിറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഷ്മിറ്റാണ് അത് കണ്ടുപിടിച്ചത്. സോ ദ നെയിം ഗോസ് ആഫ്റ്റർ ഹിം. Okay, this calculation was first done by Schmidt in 1937. The experimental values fall within the limits of the Schmidt lines but are generally smaller in magnitude and have considerable scatter. അപ്പോൾ എക്സ്പെരിമെൻ്റൽ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം നമ്മളെ സ്മിറ്റ് ലൈൻസിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് അല്ലേ, പക്ഷേ അവർക്ക് കുറച്ചും കൂടെ ചെറിയ വാല്യൂസാണ്. within the limits of the Schmidt line but are generally smaller in magnitude and have considerable scatter. അതേപോലെ ഒരു പെർഫെക്റ്റ് ലൈനായിട്ട് വരികയല്ല, അതിന് കുറച്ച് വ്യത്യാസമുണ്ട്, സ്കാറ്റേർഡ് ആണ് അവരുടെ വാല്യൂസ് ഒക്കെ. ദ ഡിഫറൻസ് ഇത് L+12 കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് കറസ്പോണ്ടിങ് ടു L-12. ഓക്കെ, the difference in the experimental and calculated values are mainly due to the spin G factor. അപ്പോൾ ആ ചേഞ്ച്, ഒരു ചെറിയ ലിറ്റിൽ ഡിഫറൻസ് വരുന്നത് ആ G ഫാക്ടർ കൊണ്ടാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദിസ് തിയറി ടേക്ക് ദ അസംഷൻ ദാറ്റ് GS for nucleon in a nucleus is the same as GS for a free nucleon. അപ്പോൾ നമ്മൾ എടുക്കുന്ന തിയറി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തിയററ്റിക്കൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ G ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ന്യൂക്ലിയോൺ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അതായത് സപ്പോസ് ഒരു പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ വെറുതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അപ്പോൾ ഉള്ള അതിൻ്റെ G ഫാക്ടർ തന്നെയാണ് ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും, പ്രോട്ടോണും ന്യൂട്രോണും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനെ നമ്മൾ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴുള്ള G ഫാക്ടറായിട്ട് നമ്മൾ എടുക്കുന്നത്. അത് ചുറ്റും നമുക്കറിയാം അതിൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്, സ്ട്രോങ് ഫോഴ്സസ് ആണ്, മീസോൺസ് ഇൻട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു പിടിക്കുന്നൊക്കെ ഉണ്ട്. അതിനെയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് എപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ അതിനെന്തായിരുന്നോ G ഫാക്ടർ, അത് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഇൻട്രാക്ഷൻ പാർട്ടിലും എടുക്കുന്നത്. പക്ഷേ അങ്ങനെ എടുക്കുമ്പോഴാണ് ആ തിയററ്റിക്കലും എക്സ്പെരിമെൻ്റലും ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് എന്നാണ് തിയറി. So this theory takes the assumption that GS for a nucleon in the nucleus is same as GS for the free nucleon.
When we consider the meson cloud around the nucleon in the nucleus, there will be a change in the value of Gs and hence magnetic moment changes, giving a better agreement with the experimental value. അപ്പോൾ നമുക്കറിയാം ഈ സ്ട്രോങ് ഫോഴ്സസ് ആയതുകൊണ്ട്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ് ആയതുകൊണ്ട് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മീസോൺ എക്സ്ചേഞ്ച് ആണ് അല്ലേ. ഒരു ന്യൂക്ലിയോൺ ഒരു മീസോണിനെ അടുത്ത ന്യൂക്ലിയോണിന് കൊടുക്കുന്നു, ആ ന്യൂക്ലിയോൺ പകരം ഇങ്ങോട്ടൊരു മീസോണിന് കൊടുക്കുന്നു, അങ്ങനെ മീസോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയോൺ എന്ന് പറയുന്ന ഒരു ചുറ്റോട് ചുറ്റുമുള്ള മീസോൺ ക്ലൗഡിൽ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ജി ഫാക്ടറിന് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കുറച്ചും കൂടെ എക്സ്പെരിമെൻ്റൽ വാല്യൂ ആയിട്ട് അഗ്രി ചെയ്യുന്ന ലൈൻസ് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് വിച്ച് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് എക്സ്പെരിമെൻ്റൽ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് അവിടെ ഒരു മേജർ ഫ്ലോ. അതുകൊണ്ടാണ് ആ ജി ഫാക്ടർ എടുക്കുന്നതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഈ നമ്മളെ എക്സ്പെരിമെൻ്റൽ വാല്യൂവിൽ നിന്നും തിയററ്റിക്കൽ വാല്യൂവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. But even then, the shell model gives us at least an approximate understanding of the structure of this nuclei. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ആ ഷ്മിറ്റ് ലൈനും നമ്മളെ എക്സ്പെരിമെൻ്റൽ വാല്യൂ ആയിട്ടുള്ളൂ. നമ്മളെ ഷെൽ മോഡൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 80% നമുക്ക് നമ്മളെ ആ ഷെൽ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മളെ ന്യൂക്ലിയസിനെ മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറച്ചും കൂടി ബെറ്ററായിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെൽ മോഡൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ മാഗ്നറ്റിക് മൊമെൻറ്റ്. അത്രയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഞാൻ ഈ അടുത്തിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ദിസ് മാഗ്നറ്റിക് മൊമെൻറ്റ്. സോ സ്റ്റഡി ഇറ്റ്. ഓക്കെ. അപ്പോൾ അത്രയാണ് മാഗ്നറ്റിക് മൊമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്.